السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. വേദിയിൽ ഉപദിഷ്ടരായ പണ്ഡിതന്മാർ, പണ്ഡിത നേതൃത്വങ്ങൾ, ഇവിടെ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ ഇവിടെ ആലപിക്കുന്ന കലാവാസനകൾക്ക് വിദ്യാജുദാനെത്തിയ വിധികർത്താക്കൾ, ഇസ്ലാം നേരിടുന്ന വെല്ലുവിളി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്താണ് ഇസ്ലാം? വർത്തമാന യുഗം ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ വില കൽപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഈ സന്ദർഭത്തിൽ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് മാതൃകയാണ്. അവിടുത്തെ ലാളിത്യമേറിയ ജീവിതവും സ്വഭാവ മഹിമയും വർത്തമാന യുഗത്തിന് അത്യാവശ്യമാണ്. ബനു സാലിം വംശത്തിൽപ്പെട്ട അൻസ്വാരിയ സ്വഹാബിക്ക് 2 മക്കളുണ്ടായിരുന്നു. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പെരും ക്രിസ്ത്യാനികളായി മാറിയിരുന്നു. ഒരിക്കൽ അവർ ഭക്ഷണം തേടി മദീനയിലെത്തി. ഈ രംഗം കണ്ട വാപ്പയായ അൻസ്വാരിയായ സ്വഹാബി അവരെ സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. അല്ലാഹുവാണ് സത്യം, അവർ മുസ്ലിമായിട്ടല്ലാതെ അവരെ ഞാൻ സ്വീകരിക്കുകയില്ല. മക്കളാണെങ്കിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വരാൻ തയ്യാറുമല്ലായിരുന്നു. ഈ വിഷയം പ്രവാചകരുടെ മുന്നിൽ എത്തി. അപ്പോൾ അൻസ്വാരിയായ സ്വഹാബി പറഞ്ഞു, ഓ അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കണ്ടുകൊണ്ടിരിക്കെ എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം നരകത്തിലേക്ക് പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല്ല നബിയെ. ആ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത്. ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇസ്ലാം ഒരിക്കലും ഒരാളെ നിർബന്ധിത വാശിയുടെ കൂടെ ഇസ്ലാം സ്വീകരിക്കാൻ കൽപ്പിക്കുന്നില്ല. ഈ സംഭവം ദുറുൽ മൻസൂർ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയതായി കാണാം. ഈ ആശയത്തെ മുറുകെ പിടിച്ചു നടന്നവരാണ് മഹാരഥന്മാരെ, പണ്ഡിതന്മാർ. എത്രയെത്ര വലിയ അധികാരവും കയ്യിൽ കെട്ടിട്ട് പോലും പ്രവാചകരുടെ കൽപ്പനക്ക് വിരുദ്ധമായി ചിന്തിച്ചത് പോലുമില്ല. വസ്കുറോമി പറയുന്നു, ഞാൻ ഖലീഫ ഉമറിന്റെ അടിമയായിരുന്ന സമയത്ത് ഖലീഫ എന്നോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആവുക, എങ്കിൽ നിനക്ക് ഞാൻ മുസ്ലിങ്ങളുടെ പൊതുസ്വത്തിൽ നിന്നും സത്യസന്ധമായ രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഞാൻ അതിലേക്ക് വിലങ്ങിയപ്പോൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞു, ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ നിർബന്ധിത വാശിയില്ല. ഞാൻ ഉമറിന്റെ മരണം വരെ ജോലി ചെയ്തു. മരണം അടുത്തപ്പോൾ എന്നെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം, നിനക്ക് എവിടെ വേണമെങ്കിലും ജീവിക്കാം. ഈ സംഭവം ഹില്യത്തുൽ ഔലിയ എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് രേഖപ്പെടുത്തിയതായി കാണാം. ഒരാൾ മുസ്ലിം ആകുന്നതും അതാ ഇസ്ലാം സ്വീകരിക്കുന്നതും അവന്റെ സ്വതന്ത്ര താല്പര്യമാണ്. ഒരാളെ നിർബന്ധിത വാശിയുടെ കൂടെയോ ബന്ധിതനാക്കിയോ ഭയപ്പെടുത്തിയോ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിക്കേണ്ട കാര്യം ഇസ്ലാമിലില്ല. ഇസ്ലാം മതത്തിന്റെ സ്വസ്തബ്ദത എന്താണെന്ന് ഹയ്യാൻ ബിൻ ഹിലാലിനോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ആരോടും നിർബന്ധിത വാശിയില്ലാതെ അള്ളാഹുവിനെ ആരാധിക്കലാണ് ഇസ്ലാം. ഇത്രയും സ്വഭാവ മഹിമയേറിയ ഇസ്ലാം മതത്തെ എങ്ങനെയാണ് ഭീകരവാദത്തിന്റെ മതം എന്ന് പറയാൻ പറ്റുന്നത്? അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇസ്ലാം എന്നുള്ളത് സാഹോദര്യത്തിന്റെയും സഹിഷ്ണുതയുടെയും മതമാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് ഇസ്ലാം മതത്തിന്റെ ആശയ ആദർശങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക. അല്ലാഹുനാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.